നിലവിലുണ്ടായിരുന്ന പദ്ധതിയും പുതിയ വ്യവസ്ഥകളും തമ്മിലുള്ള താരതമ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിലവിലെ പദ്ധതി പ്രകാരം ആവശ്യപ്പെട്ടാൽ 15 ദിവസത്തിനകം തൊഴിൽ എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. ശ്രദ്ധിക്കണം, നിലവിലുണ്ടായിരുന്ന പദ്ധതി. പക്ഷേ പുതിയ വ്യവസ്ഥ അനുസരിച്ച് കേന്ദ്രം നിശ്ചയിക്കുന്നത് പ്രകാരമാണ് തൊഴിലുറപ്പ് ലഭിക്കുക, അതായത് തൊഴിൽ ദിനങ്ങൾ ലഭിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15 ദിവസത്തിനകം തൊഴിൽ എന്നതിൽ നിന്ന് കേന്ദ്രം നിശ്ചയിക്കുന്നത് പ്രകാരം തൊഴിൽ എന്നതിലേക്ക് കാര്യങ്ങൾ മാറും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, നിലവിലെ പദ്ധതി അനുസരിച്ച് 100 തൊഴിൽ ദിനങ്ങളാണ്. അതിൽ അധിക തൊഴിൽ ദിനങ്ങൾ ഓരോ സ്ഥലത്തെയും സാഹചര്യം അനുസരിച്ച് അധിക തൊഴിൽ ദിനങ്ങളും നൽകിയിരുന്നു. എന്നാൽ പുതിയ വ്യവസ്ഥ അനുസരിച്ച് 125 തൊഴിൽ ദിനങ്ങൾ ഉണ്ടാകും. പക്ഷേ അധിക ദിനങ്ങൾക്കുള്ള ഫണ്ട് വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. അതായത് സംസ്ഥാന വിഹിതത്തിൽ നിന്നാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്. അധികമായി വരുന്ന ഓരോ തൊഴിൽ ദിനത്തിനും സംസ്ഥാനം തന്നെ അതിന്റെ വേതനം നൽകേണ്ടി വരുമെന്നതാണ്. ഇനി നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമസഭകളും പഞ്ചായത്തുമാണ് തൊഴിൽ നിശ്ചയിക്കുക. ഗ്രാമസഭകൾ കൂടിയാണ് തൊഴിൽ ഏതൊക്കെ രീതിയിൽ വേണം എന്നതൊക്കെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പുതിയ വ്യവസ്ഥ അനുസരിച്ച് കേന്ദ്ര പദ്ധതികൾ അനുസരിച്ചുള്ള തൊഴിലുകളായിരിക്കും നിശ്ചയിക്കപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. അതായത് ഗ്രാമസഭകളും പഞ്ചായത്തുകളും നിശ്ചയിച്ചതിൽ നിന്ന് കേന്ദ്ര പദ്ധതികൾ അനുസരിച്ചുകൊണ്ട് തൊഴിലുറപ്പ് നടപ്പാക്കുക എന്നതാണ് പുതിയതായി കൊണ്ടുവരാൻ പോകുന്നത്. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും ലോക്സഭയിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് പുതിയ ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്. നിലവിലെ പദ്ധതിയിൽ, അതായത് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ 90% കേന്ദ്ര വിഹിതമായിരുന്നു, 10% സംസ്ഥാന വിഹിതമായിരുന്നു. എന്നാൽ പുതിയ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് 60% കേന്ദ്ര വിഹിതമായിരിക്കും. അതായത് 30% കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു. മാത്രമല്ല ആ 30% ഇനി വഹിക്കേണ്ടത് സംസ്ഥാനങ്ങളായി മാറുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭാരം തന്നെ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമെന്നതാണ് ഏറ്റവും വലിയ വിമർശനമായി ഉയരുന്നത്. ഇനി സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നിലവിലെ പദ്ധതിയിൽ നിർബന്ധിത വ്യവസ്ഥയല്ല. പക്ഷേ പുതിയ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് ബയോമെട്രിക് ഒതന്റിഫിക്കേഷനും ഡാഷ്ബോർഡുകളും ജിയോ സ്പെഷ്യൽ പ്ലാനിങ്ങുകൾ അങ്ങനെ പുതിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ ആ മാറ്റങ്ങൾ നല്ലതെന്ന് സ്വീകാര്യം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ താഴേക്കിടയിൽ എത്തുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും പ്രാവർത്തികമാക്കുക എന്ന വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇനി നിലവിലെ പദ്ധതി പ്രകാരം സോഷ്യൽ ഓഡിറ്റിംഗിനാണ് ഊന്നൽ. അതിൽ സുതാര്യതയും വിശ്വാസ്യതയും ഉണ്ട്. പ്രത്യേകിച്ച് ഗ്രാമസഭകൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തൊഴിലുകൾ നിശ്ചയിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഈ വിശ്വാസ്യത ഉറപ്പാക്കാൻ ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരികയാണ്. പക്ഷെ അത് എല്ലാവർക്കും പ്രായോഗികമാകുമോ എന്ന ആശങ്കയാണ് ഉയർത്തുന്നത്. ഇനി നിലവിലെ വ്യവസ്ഥ അനുസരിച്ച് ഇതിൽ നിലവിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഭരണപരമായ വ്യവസ്ഥാ ലംഘനങ്ങൾ, പരാതി പരിഹാരം, തിരുത്തൽ എന്നൊക്കെയുണ്ട്. ഈ വ്യവസ്ഥകൾ ലംഘിച്ചാൽ 10,000 രൂപ വരെ പിഴ ഈടാക്കുമെന്നതാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥ. അതായത് പിഴ ഈടാക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്നു. അതിലും വലിയ വിമർശനമാണ് ഉയരുന്നത്. നിലവിലെ പദ്ധതി പ്രകാരം കാർഷിക സീസണിലും തൊഴിലുറപ്പ് ലഭിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി പുതിയതായി വിഭാവന ചെയ്യുമ്പോൾ കാർഷിക സീസണിൽ 60 ദിവസം വരെ മറ്റ് തൊഴിലില്ല എന്നതാണ്. അത് വലിയ തിരിച്ചടിയാകും എന്നത് തന്നെയാണ് വിമർശനമായി ഉയരുകയും ചെയ്യുന്നത്. ഏതായാലും പുതിയ മാറ്റങ്ങളിൽ പലതും സ്വീകാര്യം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ മന്ത്രി MP